പക്ഷെ സീരിയസ് ആയിട്ട് ഒരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇപ്പം ഡിപ്രഷൻ ഭയങ്കര എനിക്ക് തോന്നുന്നത് ശരിയായ ഡിപ്രഷൻ നമ്മളിപ്പം വെറുതെ കാര്യമാണെന്നല്ല. എനിക്ക് തോന്നുന്നത് ഡിപ്രഷൻ അനുഭവിച്ച ആൾക്കാർ എത്ര പേരിന്ന് ജീവനോടെ ഉണ്ടെന്ന് പറയാൻ പറ്റും. യഥാർത്ഥ ഡിപ്രഷൻ എന്ന് പറയുന്നത് അറിഞ്ഞ ആൾക്കേ പറയാൻ പറ്റും. അപ്പോൾ അതിൽ ഞാൻ മോട്ടിവേഷൻ വീഡിയോ ചെയ്യുമ്പം ആർക്കെങ്കിലും നമ്മൾ പറയുന്ന വീഡിയോസിൽ സന്തോഷം അല്ലെങ്കിൽ റിലാക്സേഷൻ കിട്ടിക്കോട്ടെ എന്നിട്ടാണ്. കാരണം ഞാൻ പലപ്പോഴും പറയും, നിങ്ങൾ കൂളായിട്ടിരിക്കൂ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യൂ, നിങ്ങൾ മറ്റൊരാളുടെ പ്രതീക്ഷകൾ ഒഴിവാക്ക്, നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ഡിപ്രഷൻ അടിച്ച സമയത്ത് കാണുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നിയ ആൾക്കാരുണ്ട്. അങ്ങനെ വന്ന് പറഞ്ഞവരുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കമന്റിൽ റിക്കവർ ആയ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ചെയ്യുന്നു. ഇപ്പോഴാണ് ഞാൻ കുറച്ച് നല്ല മോട്ടിവേഷൻ ആയിരുന്നു, ഞാനും കണ്ടായിരുന്നു. നല്ല എന്താ പറയാ, നല്ല നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു വാക്കുകൾ കൊണ്ട് നമ്മളെ സാന്ത്വനിപ്പിക്കുക. അതെ, അത് കൊടുക്കുന്നത് നല്ലതെന്ന് തോന്നി. കാരണം നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനേക്കാൾ ബെറ്റർ മറ്റുള്ള ആൾക്കും കൂടെ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഡിപ്രഷൻ സ്റ്റേജിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് സിനിമ അല്ലെങ്കിൽ ആൾക്കാരുടെ നെഗറ്റീവുകൾ, പിന്നെ ഒന്നും ആവുന്നില്ലല്ലോ എന്ന ടെൻഷൻ, സിനിമ കിട്ടുന്നില്ലേ തന്നെ സിനിമ റിലീസാകുന്ന സമയത്തൊക്കെയുള്ള ടെൻഷൻ, അങ്ങനെ അടിച്ചടിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു.